നടി കാവ്യ മാധവന്റെ പിതാവായ പി മാധവൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അദ്ദേഹത്തിന് 75 വയസ്സായിരുന്നു. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കരയിൽ ഇതുമായ മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. പിന്നീട് കൊച്ചിയിലാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭാര്യ ശ്യാമള, മകൻ മിഥുൻ, മരുമക്കളായ റിയയും കൂടാതെ നമ്മുടെ നടൻ ദിലീപ് എന്നിവരാണ് അടുത്ത ബന്ധുക്കൾ. കാവ്യ മാധവനെ അറിയപ്പെടുന്ന ഒരു നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഒരു ഉറച്ച പിന്തുണയുടെ ഫലം തന്നെയായിരുന്നു. മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിൽ എല്ലാം കൂടെ നിന്ന ഒരു രക്ഷകർത്താവും. കാവ്യ അറിയുന്നവർക്കും ഇദ്ദേഹത്തെയും അറിയാം. കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും ഈ ഒരു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും ഇദ്ദേഹം ഒപ്പം ഉണ്ടാകാറുമുണ്ടായിരുന്നു. കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോഴും അങ്ങോട്ടും ഇദ്ദേഹം മാറി. അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തന്റെ നട്ടെല്ലെന്ന് കാവ്യയും പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്ന് മകൻ മിഥുൻ എത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമായിരുന്ന ആദ്യ വിവാഹമോചനത്തിനും കാവ്യയെ പിന്തുണച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാം പ്രതികരണം നടത്തിയതും മകളെ പ്രതിരോധിച്ചതും ഈ ഒരു അച്ഛനായിരുന്നു. ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യയെ ചേർത്തു പിടിച്ചു. കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഒരു ഊർജമായിരുന്നു. നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ സ്ഥിരമായി വിളിച്ചതായും കണ്ടെത്തിയ ഈ ഒരു നമ്പർ താൻ ഉപയോഗിച്ചിരുന്നതല്ല എന്നത് കാവ്യ മാധവന്റെ വാദം നുണയാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ഒരു അപേക്ഷയിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൊബൈൽ സേവന ദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയുടെ അമ്മയുടെ പേരിലാണ് ഈ ഒരു സിം കാർഡ് എടുത്തതെന്നും കണ്ടെത്തിയിരുന്നു. ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനാണ് ഇവരുടെ മൊഴിയെടുത്തത്. ഈ വിഷയത്തിൽ അടക്കം കാവ്യയും ദിലീപിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് അച്ഛൻ എടുത്തത്. ഈ ഒരു കേസിന് മുന്നിൽ അദ്ദേഹം ഒരിക്കലും പതറിയിരുന്നില്ല. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ പല വെളിപ്പെടുത്തലുകളിലും ചില ശബ്ദരേഖകളിലും കാവ്യയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. നടി ആക്രമിച്ച കേസ് നടക്കുന്ന സമയത്ത് കാവ്യയ്ക്ക് പനമ്പള്ളി നഗറിൽ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ടും ലോക്കറും ഉണ്ടായിരുന്നു. അച്ഛൻ മാധവന്റെ സഹായത്തോടെയാണ് കാവ്യ അന്ന് ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നത് പോലും വിവാദമായി മാറി. കോടതിയിലും മൊഴി നൽകിയിരുന്നു. ഇത് പൂർണ്ണമായും ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു. ബാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നീട് നായികയായിട്ട് മാറുകയായിരുന്നു. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി. പിന്നീട് പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ എതിർത്തപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കാവ്യയ്ക്ക് കരുത്തായി ഒപ്പം നിന്നത് അച്ഛനായിരുന്നു എന്നതാണ് വസ്തുത. ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചതുപോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയതുകൊണ്ട് മാത്രമായിരുന്നു. ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയായി. ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം. ഇതിനിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യയെ വിട്ടുപിരിയുന്നതും.